പ്രോഫിറ്റ് കൂട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമാണ് എങ്കിൽ അവർ ഡിപ്രിസിയേഷൻ കുറയ്ക്കാനേ നോക്കുകയുള്ളൂ. അതെ അതെ തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നതാണല്ലോ. അതല്ല, പ്രോഫിറ്റ് കൂടി നിൽക്കുന്ന സ്ഥാപനം കുറയ്ക്കാനാണ് നോക്കുന്നത് എങ്കിൽ ഡിപ്രിസിയേഷൻ കൂട്ടാനാണ് നോക്കുന്നത്. ടെക്നിക്കൽ അനാലിസിസ് നടത്തിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് ഒരു 5 കൊല്ലം മുന്നോട്ടിട്ടാൽ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് 5 കൊല്ലം കൂടെ നീണ്ടു കിട്ടുന്നത് കൊണ്ട് വോളിയം കുറഞ്ഞു നിൽക്കും. ഓക്കെ ഓക്കെ ഓക്കെ. യഥാർത്ഥത്തിൽ 30 കൊല്ലമാണ് ആ ഫാക്ടറി ബിൽഡിങ്ങിൻ്റെ ലൈഫ് പ്ലാനെങ്കിൽ അത് 35 വർഷമായിട്ട് നമ്മൾ കൂട്ടിയാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ, അതായത് 1/35 മാത്രമേ സ്ട്രേറ്റ് ലൈൻ അക്കൗണ്ട് പ്രകാരം ഡിപ്രിസിയേഷൻ നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് വരുള്ളൂ. ഈ ഡിപ്രിസിയേഷൻ നമ്മൾ ക്ലെയിം ചെയ്യുന്നത് ഈ ടെക്നിക്കൽ എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ലോ റേറ്റിലാണ് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്തത് എങ്കിൽ പ്രോഫിറ്റ് ബൂസ്റ്റ് ചെയ്യും. പ്രോഫിറ്റ് ബൂസ്റ്റ് ചെയ്യുമ്പോൾ ബൂസ്റ്റ് ചെയ്ത പ്രോഫിറ്റിന് 30% നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. ബിസിനസ് സ്ഥാപനങ്ങളും മാനിപ്പുലേഷന് വേണ്ടി ഡിപ്രീസിയേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും കണ്ടുപിടിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. കാരണം വെച്ചാൽ ബിസിനസ് അനാലിസ്റ്റ് ആ ഒരു സൈഡിലൂടെ നോക്കിയാൽ, അതായത് കഴിഞ്ഞ കൊല്ലം എത്ര ഡിപ്രിസിയേഷൻ ഉണ്ടായിരുന്നു, ഓക്കെ ഓക്കെ, ഈ വർഷം എത്ര ഡിപ്രിസിയേഷനാണ് നമ്മുടെ അക്കൗണ്ട്സിൽ ചാർജ് ചെയ്ത് പോയിരിക്കുന്നത്, ഇത് തമ്മിലുള്ള ഗ്യാപ്പ്, ആ ഗ്യാപ്പ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാൻ പറ്റിയാൽ, അത് അനലൈസ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് അതൊരു മാനിപ്പുലേഷൻ അതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ പ്രോഫിറ്റ് സൈഡിലേക്ക്, അതായത് പ്രോഫിറ്റ് കൂട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമാണ് എങ്കിൽ അവർ ഡിപ്രിസിയേഷൻ കുറയ്ക്കാനേ നോക്കുകയുള്ളൂ. അതെ അതെ തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നതാണല്ലോ. അതല്ല, പ്രോഫിറ്റ് കൂടി നിൽക്കുന്ന സ്ഥാപനം കുറയ്ക്കാനാണ് നോക്കുന്നത് എങ്കിൽ ഡിപ്രിസിയേഷൻ കൂട്ടാനാണ് നോക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് പോസിബിളായി വരിക എന്നുള്ളതാണ്. ഒരു ഉദാഹരണമായിട്ട്, ഡിപ്രിസിയേഷൻ സാധാരണ ചാർജ് ചെയ്യുന്നത് പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെൻറ്റ് ആ ഒരു സൈഡിലാണ്. അപ്പോൾ പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെൻറ്റ് ഇതിനൊക്കെ ഞാൻ പറഞ്ഞത് യൂസ്ഫുൾ ലൈഫ് നമുക്കൊരു ടെക്നിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ട് ഡിറ്റർമിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ യൂസ്ഫുൾ ലൈഫ് ടെക്നിക്കൽ അനാലിസിസ് നടത്തിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് ഒരു 5 കൊല്ലം മുന്നോട്ടിട്ടാൽ ഡിപ്രിസിയേഷൻ്റെ റേറ്റ്, ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് 5 കൊല്ലം കൂടെ നീണ്ടു കിട്ടുന്നത് കൊണ്ട് വോളിയം കുറഞ്ഞു നിൽക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ 30 കൊല്ലം ലൈഫുള്ളത് ആ ബിൽഡിങ് 25 കൊല്ലത്തിലേക്ക് റെഡ്യൂസ് ചെയ്താൽ, ഇതിനെല്ലാം ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ ഉള്ളിൽ മിസ്യൂസ് ചെയ്യാൻ ഏതെങ്കിലും സഹോദരങ്ങൾ ചെയ്താൽ ഞാൻ പറഞ്ഞത് ഡിപ്രിസിയേഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് യഥാർത്ഥത്തിൽ 30 കൊല്ലമാണ് ആ ഫാക്ടറി ബിൽഡിങ്ങിൻ്റെ ലൈഫ് പ്ലാനെങ്കിൽ അത് 35 വർഷമായിട്ട് നമ്മൾ കൂട്ടിയാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ, അതായത് 1/35 മാത്രമേ സ്ട്രേറ്റ് ലൈൻ അക്കൗണ്ട് പ്രകാരം ഡിപ്രിസിയേഷൻ നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് വരുള്ളൂ. അതെ അതെ അതെ. അപ്പോൾ അവിടെ ഡിപ്രിസിയേഷൻ 30 കൊല്ലം ഉള്ളത് 35 കൊല്ലം ആക്കിയത് കൊണ്ട് പ്രൊപ്പോർഷനേറ്റ് ഡിപ്രിസിയേഷൻ നമുക്ക് ലൈഫ് പീരീഡിലേത് വന്നില്ല. പക്ഷേ അസറ്റിൻ്റെ വാല്യൂ റിയൽ ടൈമിൽ 30 കൊല്ലം കൊണ്ട് അത് 29, 28, 35 പോവുകയില്ല. 30 നിന്നാണ് ആ ലൈഫ് പീരീഡ് കുറഞ്ഞ് വരുന്നത്. അപ്പോൾ അവസാന 5 വർഷത്തേക്ക് റിയൽ വാല്യൂ ഓഫ് അസറ്റ് 0 നിന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് വേറൊരു ബുദ്ധിമുട്ടും കൂടിയുണ്ട്. ഈ ഡിപ്രിസിയേഷൻ നമ്മൾ ക്ലെയിം ചെയ്യുന്നത് ഈ ടെക്നിക്കൽ എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ലോ റേറ്റിലാണ് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്തത് എങ്കിൽ പ്രോഫിറ്റ് ബൂസ്റ്റ് ചെയ്യും. പ്രോഫിറ്റ് ബൂസ്റ്റ് ചെയ്യുമ്പോൾ ബൂസ്റ്റ് ചെയ്ത പ്രോഫിറ്റിന് 30% നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. അതായത് ഈ ഒരു ലോസിന്, അതായത് ഒരു ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലോസിന് നമ്മൾ കാഷ് ഫ്ലോയിൽ ഔട്ട് ഫ്ലോ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു മാനിപ്പുലേഷൻ എഫക്റ്റാണ്. 2, 30 വർഷം ലൈഫുള്ളത് 35 വർഷം എന്ന് നമ്മൾ റോങ് ആയി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 30 വർഷം കഴിയുമ്പം അതിന് ശേഷമുള്ള ആ 5 കൊല്ലം ആ ഫാക്ടറി ബിൽഡിംഗ് പിടിച്ചു നിർത്തണമെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ റിപ്പയർ ആവശ്യമുണ്ടാവും. ആ സബ്സ്റ്റാൻഷ്യൽ റിപ്പയർ നമ്മുടെ ഈ
പ്രോവിഡൻസ് അക്കൗണ്ടിലേക്ക് ആ 5 വർഷം വരുമ്പോൾ അവിടെ എഫക്റ്റ് വരുന്നത് നല്ല രീതിയിൽ പ്രോഫിറ്റ് താഴോട്ട് കൊണ്ടുവരും. കാരണം വെച്ചാൽ യഥാർത്ഥത്തിൽ വാല്യൂ ഇല്ലാത്ത സാധനം നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട് എമൗണ്ട് എക്സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് സബ്സ്റ്റാൻഷ്യൽ റിപ്പയർ കയറുന്നത്. അപ്പോൾ അത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആ ബിസിനസ്സിൽ ക്രിയേറ്റ് ചെയ്യും. വേറൊരു എഫക്റ്റ് നോക്കൂ, 30 വർഷം ലൈഫുള്ളത് 35 ലൈഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ ഡിറ്റീരിയറേറ്റ് ചെയ്തത് കുറവാണ്. അതായത് ബാലൻസ് ഷീറ്റിൽ ആ അസറ്റിൻ്റെ വാല്യൂ എന്നും കൂടി നിൽക്കും. ഒരു സെയിലിൻ്റെ സമയത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സർക്കംസ്റ്റൻസിലോ ഒരു ക്ലോസ് എക്സാമിനേഷൻ വരുമ്പോൾ ലൈഫ് കുറവേ ഉള്ളൂ, ഇതിൽ കാണിച്ചിരിക്കുന്ന അസറ്റ് വാല്യൂ കൂടുതലാണ് എങ്കിൽ അതവർ റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്താൽ ഇൻവെസ്റ്റേഴ്സ് പ്രോബ്ലം ഉണ്ടാക്കും, കമ്പനിയുടെ വാല്യൂ ഡൗൺ ആവും, മനസ്സിലായി. റേറ്റിംഗ് ഏജൻസീസ് ഡീഗ്രേഡ് ചെയ്യും, ബാങ്ക് റീകോൾ ചെയ്യും, ക്യാഷ് ഫ്ലോ ബുദ്ധിമുട്ടിലാവും. അപ്പോൾ ഈ പ്രോപ്പറല്ലാത്ത ഒരു മെത്തേഡ് ഡിപ്രിസിയേഷനിൽ എഫക്റ്റ് ചെയ്താലും അതും ബിസിനസ് ക്ലോഷറിന് കാരണമായി തീരും. അപ്പോൾ എപ്പോഴും ഫെയർ പോളിസിയാണ് ഒരു സ്ഥാപനം നിലനിർത്താൻ നമുക്ക് ഉപകാരപ്പെടുന്നത്. ഓക്കെ. നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളെ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ എന്താണോ ലൈഫ് പീരീഡ്, ആ ലൈഫ് പീരീഡിൽ കൃത്യമായ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ അനുസരിച്ച് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് അത് നമ്മുടെ P&L കൊണ്ടുവരിക. അപ്പോൾ ആക്ച്വൽ എമൗണ്ട് ഓഫ് ടാക്സ് മാത്രമേ നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. ഓക്കെ. ഏതെങ്കിലും ഒരു ഏജൻസി എക്സ്റ്റേണലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറിയോ വന്ന് പരിശോധിച്ചാൽ നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ കാണുന്ന അസറ്റ് വാല്യൂ അതൊരു പൈസ പോലും കുറയാനുള്ള സാധ്യതയില്ല. കുറയാനുള്ള സാധ്യതയില്ലാത്തത് കൊണ്ട് ഒരു റേറ്റിംഗ് ഏജൻസി വന്നാലും അവർ ഡൗൺഗ്രേഡ് ചെയ്യല. ഒന്ന്. രണ്ട്, ഞാൻ പറഞ്ഞത് ഒരു ചെറിയ മാൽ പ്രാക്ടീസസ് എവിടെയെങ്കിലും ചെയ്താൽ അത് ആ മാനേജ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ശ്രദ്ധ അതിലേക്ക് വരും. മാനേജ്മെൻറ്റ് അറിയാതെയാണ് ചെയ്യുന്നത് എങ്കിൽ അത് ഞാൻ പറഞ്ഞത് ആ എംപ്ലോയീസോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള എംപ്ലോയീസിനൊക്കെ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാറുമുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. കാരണം വെച്ചാൽ ആ യൂസ്ഫുൾ ലൈഫ് ബിസിനസ് അനാലിസ്റ്റിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ കയ്യിൽ കിട്ടുമ്പോൾ സാധാരണ എത്ര ലൈഫ് ഉണ്ട് എന്ന് അവർക്കൊരു അവയർനെസ് ഉണ്ട്. അത് 30 years ആണ് എന്നുണ്ടെങ്കിൽ ആ 35 years ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവരുടെ മനസ്സിൽ അത് സ്ട്രൈക്ക് ചെയ്യും. ആ പർട്ടിക്കുലർ പോയിന്റിൽ അവർ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻ റേസ് ചെയ്യാനും ഒക്കെ കാരണമാവാറുണ്ട്. കാരണം വെച്ചാൽ ട്രാൻസ്പെറൻസി ആണല്ലോ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത്.